ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട് ഓഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അത് കണ്ടിന്യൂ ചെയ്യാണ്. ബാങ്കിങ് കമ്പനി കഴിഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസും റവന്യൂ അക്കൗണ്ടൊക്കെ ഡിസ്കസ് ചെയ്തു. റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോം നമ്മൾ പഠിച്ചു. എന്താണ് ഫോം എന്ന് പറഞ്ഞു. അത് കുട്ടികളോട് വീട്ടിൽ നിന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാത്തവർ ബൈ ഹാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മളതിൻ്റെ എക്സ്പീരിയൻസ് അത് പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. റവന്യൂ അക്കൗണ്ട് എങ്ങനെ പ്രോബ്ലം സൈഡ് എങ്ങനെ വരും, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞു. റവന്യൂ അക്കൗണ്ടിൽ വരുന്ന ചില സ്പെഷ്യൽ ടേംസുകൾ പറഞ്ഞു. റവന്യൂ അക്കൗണ്ടിൽ വരുന്ന ടേംസിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് പ്രീമിയം പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ക്ലെയിംസ് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് LIC പോളിസീസ് പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസ് LIC എന്ന് പറയാൻ പറ്റില്ല, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് പറഞ്ഞു. പിന്നെ അതിൻ്റെ തന്നെ എന്താണ് റീഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. റീഇൻഷുറൻസ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്താണെന്ന് പറഞ്ഞു. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് പറഞ്ഞു. അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു. അത് കൂടുതൽ വിശദമായിട്ട് പ്രോബ്ലം എടുക്കുന്ന സമയത്ത് പഠിക്കാം എന്ന് പറഞ്ഞ് നിർത്താനുണ്ടായത്. അപ്പം ഇന്ന് നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 184 184 പേജിൽ ഇല്ലസ്ട്രേഷൻ 1 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പയനീർ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2019. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്. ഡയറക്റ്റ് ബിസിനസ്സിൻ്റെ പ്രീമിയം 50,60,000. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് 12,20,000. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് 2,70,000. ക്ലെയിംസ് ബൈ ഡെത്ത് 40 lakhs. അപ്പോൾ ആദ്യത്തെ പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകമാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടുന്ന ഡയറക്റ്റ് ഇൻകമാണ്. 2 പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളുടെ റീഇൻഷുറൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ ഇൻകമാണ്. 3 പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് ആണ്. അത് നമുക്ക് എന്താണ് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രീമിയം കൊടുക്കുന്ന പ്രീമിയമാണ്. അത് നമുക്ക് എങ്ങനെയാണ് അത് വിലയിരുത്തുക എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ക്ലെയിംസ് ബൈ ഡെത്തും ക്ലെയിംസ് ബൈ മെച്യൂരിറ്റിയും അത് രണ്ടും നമ്മുടെ ഒരു വലിയ എക്സ്പെൻസാണ്. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിംസ് ആണ്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്ലെയിംസ് ബൈ ഡെത്തും ക്ലെയിംസ് ബൈ മെച്യൂരിറ്റിയും. പിന്നെയുള്ള ആനുറ്റീസ് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചതാണ്. കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് അത് 8,70,000. ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അതും ഒരു എക്സ്പെൻസാണ്. ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് 8,70,000. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നിൽ ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെയ്ഡ് ആണെന്നും ഒന്ന് റിസീവ്ഡ് ആണെന്നും നമുക്ക് മനസ്സിലായല്ലോ. ഇത് ചില ക്വസ്റ്റ്യനിൽ പെയ്ഡ് റിസീവ്ഡ് എന്നുള്ള ഭാഗം ഒഴിവാക്കും. അപ്പോൾ നമ്മൾ ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് മാത്രം പറഞ്ഞാൽ അത് പെയ്ഡ് ആണെന്ന് നമുക്കറിയണം. അതറിയണമെന്നുണ്ടെങ്കിൽ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അറിഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അടുത്ത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് നെറ്റ്. അത് റെൻറ്റ് നെറ്റ് ആണെങ്കിൽ നെറ്റല്ല ഗ്രോസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻകം ടാക്സ് പെയ്ഡ്, കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അപ്പോൾ ഇതൊക്കെ സീഡഡും ആക്സെപ്റ്റഡ് എന്താണെന്ന് പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സാലറീസ് 1,70,000. ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റ് ഫീസ്, അതർ എക്സ്പെൻസ്, ഇൻ്ററിം ബോണസ് പെയ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ ഇതിൽ
ആദ്യത്തെ ഭാഗമായിട്ടുള്ള സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റ് ഫീസ്, അതർ എക്സ്പെൻസ് ഒക്കെ വരുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസാണ്. നടത്തിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് സെപ്പറേറ്റ് തന്നെ കാണിക്കണം. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കുക, റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2019 എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ടെക്നിക്കൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതൊരു ടെക്നിക്കൽ അക്കൗണ്ടാണ്. ഇനി കോളത്തിലേക്ക് വരാം. കോളം നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 എമൗണ്ട് കോളും ഒരു ഷെഡ്യൂൾ കോളാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ ആ വലതുവശത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 3 കോളാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഷെഡ്യൂൾ നമ്പർ, പിന്നൊന്ന് 2 കോളം എമൗണ്ട് കോളത്തിലാണ്. ആദ്യത്തെ ഷെഡ്യൂൾ നമ്പർ കഴിഞ്ഞ ആദ്യത്തെ എമൗണ്ട് കോളം കറണ്ട് ഇയർ കോളവും രണ്ടാമത്തെ എമൗണ്ട് കോളം അല്ലെങ്കിൽ ലാസ്റ്റ് എമൗണ്ട് കോളം പ്രീവിയസ് ഇയർ കോളമാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വലിയൊരു പർട്ടിക്കുലേഴ്സ് സൈഡും. അങ്ങനെയാണ് സാധാരണ നമ്മൾ പോളിസി ഹോൾഡേഴ്സിൻ്റെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ, അല്ലെങ്കിൽ സാധാരണ നമുക്കൊക്കെ തരുന്ന ക്വസ്റ്റ്യനുകൾ മിക്കവാറും കറണ്ട് ഇയറിൽ മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കറണ്ട് ഇയറിൽ മാത്രം ഫിഗേഴ്സ് തരികയാണെങ്കിൽ കറണ്ട് ഇയറിലെ മാത്രം ഫിഗേഴ്സ് വെച്ച് എന്ത് ചെയ്താൽ മതിയാകും, നമുക്ക് ടെക്നിക്കൽ അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് വരച്ചാൽ മതിയാകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ നമ്പറും അതുപോലെ തന്നെ ഒരു എമൗണ്ട് കോളും, ദാറ്റ് ഈസ് എമൗണ്ട് ഇൻ പ്രീവിയസ് ഇയർ ഒഴിവാക്കിയിട്ട് കറണ്ട് ഇയർ എന്നുള്ള എമൗണ്ട് കോളം മാത്രം വരച്ചാലും മതിയായിരിക്കും. നമുക്ക് അതിലേക്ക് പോവാം. പർട്ടിക്കുലേഴ്സ് എഴുതുക, ഷെഡ്യൂൾ നമ്പർ എമൗണ്ടൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് പ്രീമിയം എന്നുള്ള ഹെഡിങ് എഴുതുക, ബ്രാക്കറ്റിൽ നെറ്റ് എന്ന് കൊടുക്കുക. അതിന് ഒന്നാമത്തെ ഷെഡ്യൂൾ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള പ്രീമിയത്തിന് ഷെഡ്യൂൾ നമ്പർ 1 കൊടുക്കാം. അതിൻ്റെ താഴെ ABC എന്നുള്ള 3 പോയിൻ്റാണ് വരിക. പ്രീമിയം റീഇൻഷുറൻസ് സീഡഡ്, റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്നുള്ള 3 ഹെഡാണ് അവിടെ വരുന്നത്. അത് തൊട്ട് താഴെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ്, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അത് കഴിഞ്ഞ് അതർ ഇൻകത്തിൽ ആനുറ്റീസ്, രജിസ്ട്രേഷൻ, ഏത് ഐറ്റംസാണ് വരുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതർ ഇൻകൊക്കെ എഴുതുക. ഏത് ഐറ്റംസാണ് നമുക്ക് വരുന്നത് എന്നുള്ള പ്രാധാന്യം നോക്കിയിട്ടാണ് നമ്മൾ അതർ ഇൻകം എഴുതുന്നത്. ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എ ആയി. ടോട്ടൽ എ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിനെയാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഷുറൻസ് കമ്പനിയുടെ ടോട്ടൽ വരുമാനത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടോട്ടൽ എ എന്ന് പറയുന്നത്. അടുത്തത് കമ്മീഷനാണ്. കമ്മീഷൻ്റെ ഷെഡ്യൂൾ നമ്പർ 2 ആണ്. കമ്മീഷൻ എന്താണെന്നുള്ള ഷെഡ്യൂൾ നമ്പർ ഷെഡ്യൂൾ നമ്പർ 2 എഴുതി വയ്ക്കുക. ദെൻ കമ്മീഷന് താഴെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ നമ്പർ 3 ആണ്. പ്രൊവിഷൻസ് അത് നമ്മുടെ ഫോർമാറ്റിലുള്ളതാണ് പ്രൊവിഷൻസ്. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ്, ഇത്രയാണ് അതിൽ വരുന്ന ഹെഡുകൾ. ദെൻ ടോട്ടൽ ബി, ഇത്ര എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ ബി ആണ്. ടോട്ടൽ ബി എന്ന് പറയുന്നത് ഈ കമ്മീഷനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും പ്രൊവിഷനൊക്കെ ചേർത്തിട്ടുള്ള എമൗണ്ടിനെയാണ് ടോട്ടൽ ബി എന്ന് പറയുന്നത്. തൊട്ട് താഴെ ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ്. ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ് എന്ന് പറയുന്നത് 4ാമത്തെ ഷെഡ്യൂളാണ്. ദെൻ ഇൻ്ററിം ബോണസ് പെയ്ഡ് ടോട്ടൽ ഓഫ് സി. അപ്പോൾ ഇവിടെ എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞു. ഇനി സർപ്ലസ് ആണ്. സർപ്ലസ് ഡി = A - B - C. സർപ്ലസ് ഡി എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയും സിയും കുറച്ചാലാണ് സർപ്ലസ് നമുക്ക് കിട്ടുക. സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് അപ്രോപ്രിയേഷനാണ്. അപ്രോപ്രിയേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് വെച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് അപ്രോപ്രിയേഷനിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇത്രയും വരച്ച് വെച്ചിട്ട് നമ്മൾ നേരെ എന്തിലേക്ക് പോകണം, വർക്കിംഗ് നോട്ടിലേക്ക് പോകണം. വർക്കിംഗ് നോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രോബ്ലത്തിലേക്ക് വീണ്ടും വരാൻ പാടുള്ളൂ. വർക്കിംഗ് നോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ആണ്. അതിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതാനുള്ളതാണ് ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം, ദാറ്റ് ഈസ് പ്രീമിയം റിസീവ്ഡ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സംശയത്തിന് ഇടയില്ല. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുന്ന പ്രീമിയമാണ്, ഡയറക്റ്റ് ബിസിനസ്സിൻ്റെ പ്രീമിയമാണ്, നമ്മുടെ ഇൻകമാണ്. നേരിട്ട് നമുക്ക് പ്രീമിയത്തിലേക്ക് എഴുതാം. പ്രീമിയം എത്രയാണ്? 50,60,000 ആണ്. അതാണ് നമ്മുടെ 1ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ നമ്പർ 1 ദാറ്റ് ഈസ് പ്രീമിയം റിസീവ്ഡ് ആണ്. അതോടെ സംശയത്തിനിട നൽകാതെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 50,60,000.
ഡബിൾ ലൈൻ ചെയ്യുക. രണ്ടാമത്തെ ഷെഡ്യൂൾ എഴുതുക, ഷെഡ്യൂൾ നമ്പർ 2, ദാറ്റ് ഈസ് കമ്മീഷൻ എക്സ്പെൻസസ്. കമ്മീഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്താണ് കമ്മീഷൻ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കമ്മീഷൻ തന്നിട്ടുണ്ട്, കമ്മീഷൻ ഒരു 2-3 കമ്മീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് എഴുതാൻ പറ്റുന്നതായിട്ടാണ്. അപ്പോൾ അത് ആദ്യം എടുത്ത് എഴുതുക. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്ന, അതായത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ്, ഏജൻസുമാരായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ്. ഏജൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ലൈഫ് ഇൻഷുറൻസിൽ ബിസിനസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കമ്മീഷൻ വലിയൊരു എക്സ്പെൻസാണ്. അപ്പോൾ ആദ്യം തന്നെ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് 3,16,000 എഴുതുക. പിന്നീട് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് 2 കമ്മീഷൻ കാണും. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മീഷൻ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത ഒരു ഐറ്റം കൂടി ഉണ്ട്, എന്താണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് അല്ലേ. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ബിസിനസ് വാങ്ങുകയാണ്, ബിസിനസ് പിടിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് പിടിക്കുകയാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും കമ്മീഷൻ കൊടുക്കുന്നു. അപ്പോൾ കമ്മീഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആഡ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. റീഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ഒരു കമ്പനി എടുത്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമ്മുടെ കമ്പനിയിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്പനി ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. നമ്മൾ പുതിയൊരു ബിസിനസ് ഏറ്റെടുക്കുകയാണ്, നമ്മൾ പുതിയ റിസ്ക് ഏറ്റെടുക്കുകയാണ്. ആ റിസ്ക് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, കമ്മീഷൻ കൊടുക്കണം. അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയറക്റ്റ് കമ്മീഷൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2,10,000 ആണ് വരുന്നത്. ഇനി അതിൽ ലെസ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വേറൊരാൾക്ക്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വേറൊരു ഇൻഷുറൻസ് കമ്പനിക്ക് റീഇൻഷുറൻസ് കൊടുത്തതിന് നമുക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. ആ കമ്മീഷൻ അവിടെ നിന്ന് കുറയ്ക്കണം. മനസ്സിലായല്ലോ. ആ കമ്മീഷൻ 1 lakh ആണ്. 1 lakh കൊടുത്തു കഴിഞ്ഞാൽ 1,10,000 വരുള്ളൂ. അപ്പം 3 + 1,10,000 എന്ന് പറയുമ്പോൾ 4,26,000. 3,16,000 ആകെ ഉണ്ട്. അതിനോടുകൂടി എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,26,000 കിട്ടും. അവിടെ നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തതിൽ ഒരു ലൈൻ വിട്ടുപോയിട്ടുണ്ടാവും. അതായത് 3,16,000 ആണ് കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്. അതിൻ്റെ കൂടെ നമ്മൾ 2,10,000 ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 5,26,000 കിട്ടും. 5,26,000 നിന്ന് 1 lakh കുറയ്ക്കുമ്പോഴാണ് 4,26,000 വരുന്നത്. കുട്ടികളത് ശ്രദ്ധിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻ്റെ സ്ലൈഡിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല, ശ്രദ്ധിക്കണം. ടെക്സ്റ്റിൽ അതേ തെറ്റ് തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഷെഡ്യൂൾ നമ്പർ 3 ആണ്, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൻ്റെ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എക്സ്പെൻസുകളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്, ഡേ ടു ഡേ എക്സ്പെൻസായിട്ട് വരുന്നതാണ്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകളെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കമ്മീഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഐറ്റംസ് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റ് ഫീസ്, അതർ എക്സ്പെൻസസ്. മനസ്സിലായാലോ? ഒന്നുകൂടി പറയാം. സാലറീസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറീസ്, ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റേഴ്സിന് കൊടുക്കുന്ന ഓഡിറ്റ് ഫീസ്, അതർ എക്സ്പെൻസസ്. ഇത്രയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ വരുന്ന ഐറ്റംസ്. അതെടുത്ത് എഴുതുക. 4 ഐറ്റംസ് എടുത്ത് എഴുതുക. അതെടുത്ത് എഴുതി. സാലറീസ് 1,70,000, ഡയറക്ടേഴ്സ് ഫീസ് 60,000, ഓഡിറ്റ് ഫീസ് 10,000, അതർ എക്സ്പെൻസസ് 6,000. ഇത്ര ഐറ്റംസ് എഴുതി ആഡ് ചെയ്യുമ്പോൾ 2,46,000 വരുന്നു. ഡബിൾ ലൈൻ ചെയ്യുക. ഇനി നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 ആണ്, ദാറ്റ് ഈസ് ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. ബെനിഫിറ്റ്സ് പെയ്ഡിന് നമ്മളിവിടെ നെറ്റ് ബെനിഫിറ്റ്സ് ആണ് എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ പോയിൻ്റ് എഴുതുക. ഇൻഷുറൻസ് ക്ലെയിംസ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം 4 ടോപ്പിക്കായിട്ട് ക്ലെയിംസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുറ്റീസ്, അതർ ബെനിഫിറ്റ്സ്. അതായത് ക്ലെയിംസ് കൊടുക്കുന്ന തന്നെ 4
സബ് പോയിൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുറ്റീസ്, അതർ ബെനിഫിറ്റ്സ്. അപ്പോൾ ആദ്യം ക്ലെയിംസ് ബൈ ഡെത്താണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ക്ലെയിംസ് എന്നുള്ള സെക്ഷൻ എടുക്കുക കുട്ടികൾ. ക്ലെയിംസിൽ നമുക്കറിയാം ക്ലെയിംസ് ബൈ ഡെത്ത് തന്നിട്ടുണ്ട് 40 lakhs ആണ്, അത് എഴുതുക. ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി തന്നിട്ടുണ്ട് 12 lakhs ആണ്, അത് എഴുതുക. ആനുറ്റീസ് തന്നിട്ടുണ്ട് 3 lakhs ആണ്, അതെടുത്ത് എഴുതുക. അതർ ബെനിഫിറ്റ്സ്, നമുക്ക് അതർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. വേറെ ബെനിഫിറ്റ്സ് ഒന്നും കാണാനില്ല. അപ്പോൾ അതർ ബെനിഫിറ്റ്സ് അവിടെ ഒന്നും എഴുതണ്ട, ഒരു ബ്ലാങ്ക് ആയിട്ട് ഇടുക. ഇനി രണ്ടാമത്തെ ഐറ്റം, രണ്ടാമത്തെ ഹെഡ് അവിടെ തന്നെ ഷെഡ്യൂളിൽ തന്നെ രണ്ടാമത്തെ ഐറ്റം, എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ്. അപ്പോൾ എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയതാണത്. ആ റീഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്ക് നമ്മൾ വീണ്ടും വേറൊരു കമ്പനിയായിട്ട് റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ക്ലെയിം ഇനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ അത് നമ്മൾ പെയ്ഡ് അല്ല, നമുക്ക് നെറ്റ് പെയ്ഡ് അറിയാൻ വേണ്ടിയിട്ട് അത് എഴുതണം. അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നു. ദാറ്റ് ഈസ് 8,70,000 നമുക്ക് സീഡഡ് ആണ് എമൗണ്ട്. ദാറ്റ് ഈസ് ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ഈ ക്വസ്റ്റ്യനിൽ വളരെ എളുപ്പമാണ് അത് കണ്ടുപിടിക്കാൻ. കാരണം ഈ ക്വസ്റ്റ്യനിൽ ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ കേസിൽ റിസീവ്ഡ് എന്ന് പറയാറില്ല. അപ്പോൾ റിസീവ്ഡ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമുക്കറിയാം നമ്മൾ പേ ചെയ്തതല്ല, അത് നമുക്ക് റിസീവ് ചെയ്തതാണ്. അതുകൊണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. അത് ലെസ് ചെയ്യാനുള്ളതായിട്ടാണ് ബ്രാക്കറ്റിൽ എഴുതുക. ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ലെസ് ചെയ്യുന്നതായിട്ടാണ്. അടുത്തത് എമൗണ്ട് ആക്സെപ്റ്റഡ് ഓൺ റീഇൻഷുറൻസ്. എമൗണ്ട് ആക്സെപ്റ്റഡ് ഓൺ റീഇൻഷുറൻസ് ദാറ്റ് ഈസ് ക്ലെയിംസ് പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് എന്ന് പറഞ്ഞതാണ്. ദാറ്റ് ഈസ് 2,10,000. അത് പോസിറ്റീവ് ഫിഗറായിട്ട് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഈ ഐറ്റംസ് ഒക്കെ കൂടി കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48,40,000 ആണ്. 48,40,000 നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഇതിലേക്ക് വരിക, റവന്യൂ അക്കൗണ്ടിലേക്ക് വരിക. റവന്യൂ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ ഹെഡ് ഇതാണ്, പ്രീമിയം ഏൺഡ് നെറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ഹെഡ്. അതിന് താഴെ ഒന്നാമത്തെ പോയിന്റിൽ എ പോയിന്റിൽ പ്രീമിയം എന്നാണ് വരുന്നത്. പ്രീമിയത്തിൻ്റെ ഷെഡ്യൂൾ നമ്പർ 1 ആണ്. അതിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നോക്കുക. പ്രീമിയം ഏൺഡ് എന്ന് പറയുന്നതിൻ്റെ ഷെഡ്യൂൾ നമ്പർ 1 ആണ്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 50,60,000 ആണ്. നമ്മളിവിടെ ഷെഡ്യൂളിലേക്ക് പോവുക. ഷെഡ്യൂളിൽ പ്രീമിയം റിസീവ്ഡ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, അതിൽ കാൽക്കുലേഷനൊന്നുമില്ല. 50,60,000 എടുത്ത് എഴുതുക. 2 അതിൽ തന്നെ ബി പോയിൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രീമിയം എന്താണ്? റീഇൻഷുറൻസ് സീഡഡ്. പ്രീമിയം എന്ന് പറഞ്ഞിട്ടില്ല, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് ആണ്. അത് ആ പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻഡിച്ചറാണ്. പ്രീമിയം ഇൻകം അല്ലെങ്കിൽ ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അത് ആ പ്രീമിയം എന്ത് ചെയ്യണം? റീഇൻഷുറൻസ് സീഡഡിൻ്റെ പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അതേ എമൗണ്ട് കോളത്തിൽ ബ്രാക്കറ്റിൽ വേണം വയ്ക്കാൻ, ബ്രാക്കറ്റിൽ വേണം എഴുതാൻ. അത് ലെസ് ചെയ്യാനുള്ളതാണ്. അടുത്തത് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മറ്റ് കമ്പനികളുടെ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്, റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്യാണ്. അതിൻ്റെ പ്രീമിയം നമുക്ക് കിട്ടുന്നതാണ്, ഇൻകമാണ്. അപ്പം ഡയറക്റ്റ് പ്രീമിയം നമ്മുടെ ഇൻകമാണ്, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് നമ്മുടെ ഇൻകമാണ്. അതേസമയം പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വന്നിട്ടുള്ള ഇൻഷുറൻസ് വേറൊരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നു? റീഇൻഷുർ ചെയ്യുന്നതിനെയാണ് എന്താണ് റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ പ്രീമിയം നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്. അത് ലെസ് ചെയ്യണം. അത് ലെസ് ചെയ്യുമ്പോൾ 2 ഐറ്റം ആഡ് ചെയ്യാനും 1 ഐറ്റം ലെസ് ചെയ്യാനുമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള പ്രീമിയം കിട്ടുന്നത് 60,10,000 ആണ്. 60,10,000. തൊട്ട് താഴെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അടുത്ത ഹെഡ് അതാണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ പോയിൻ്റ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, അത് ഗ്രോസ് ആയിരിക്കണം, ഗ്രോസ് എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് പോലെയുള്ള ഐറ്റംസ് ഉണ്ടോ നോക്കാം.
അത് കൃത്യമായിട്ട് ഇപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി, കുട്ടികൾക്ക് എളുപ്പത്തിന് വേണ്ടി അതേ സെൻറ്റൻസ് തന്നെ തന്നിരിക്കുക. മറ്റത് സാധാരണ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ റെൻ്റ് ഒക്കെ സെപ്പറേറ്റ് തരാം, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തരാം, അതിൽ നമുക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളത് തരാം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് അപ്പ് ചെയ്തൊക്കെ ഗ്രോസ് എമൗണ്ടാണ് എപ്പോഴും കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇതേ സെൻറ്റൻസ് തന്നെ തന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് ഗ്രോസ് എമൗണ്ടാണ്. അപ്പോൾ അതെടുത്ത് എഴുതേ വേണ്ടു, വേറൊന്നും വേണ്ട. അടുത്ത എമൗണ്ട് എഴുതുക, ദാറ്റ് ഈസ് 1,60,000. അങ്ങനെ തന്നെ ആ എമൗണ്ട് എടുത്ത് അതിലേക്ക് വെക്കേ വേണ്ടു. അതിൽ തന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ അവിടെ ഈ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് 10,000. അപ്പോൾ അത് എഴുതി വയ്ക്കുക, ബി പോയിൻ്റ് ആയിട്ട് കൊടുക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 10,000. ഇനി അതർ ഇൻകമാണ്. അതർ ഇൻകത്തിൽ വരുന്നത് ആനുറ്റീസ് ഗ്രാൻഡഡ്. അപ്പോൾ അതർ ഇൻകം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം ഏതെങ്കിലും ഐറ്റംസ് നമ്മൾ ഇതുവരെ പറയാത്ത ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ. ആദ്യം ഒരു 3 പ്രീമിയം പറഞ്ഞു, പിന്നെ 2 എന്താണ് ക്ലെയിംസ് പറഞ്ഞു, പിന്നെ ആനുറ്റീസ് പറഞ്ഞു, കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് പറഞ്ഞു, അങ്ങനെ കുറേ ഐറ്റംസ് പറഞ്ഞു. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഐറ്റത്തിൽ ഒരു ഐറ്റം ഉണ്ട്, എന്താണ്, കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ്, അതർ ഇൻകാണ് അല്ലേ. കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് എന്ന് പറയുന്ന ലിങ്കാണ്, അത് എഴുതാം. അത് എടുത്ത് എഴുതുക. അത്രയാണ് ആനുറ്റീസ് ഗ്രാൻഡഡ് 8,70,000 എഴുതുക. അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള വേറെ ആയിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ്. ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അത് നമുക്ക് എടുത്ത് എഴുതാം. അതർ ഇൻകം. ഇനി വേറെ എന്തെങ്കിലും അതർ ഇൻകംസ് ഉണ്ടോ എന്ന് നോക്കുക കുട്ടികൾ. ഓരോ ഐറ്റം ചെക്ക് ചെയ്യുക, എന്നാലാണ് നമുക്ക് വിട്ടുപോകാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് എഴുതുക, ദാറ്റ് ഈസ് 13,000. അങ്ങനെ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 70,63,000 ആണ്. അപ്പോൾ നമ്മുടെ പ്രീമിയം എന്നുള്ള നിലയിൽ നമുക്കുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, പ്രീമിയത്തിൻ്റെ ടോട്ടൽ 60,10,000 ആണ്. അതർ ഇൻകത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എല്ലാം കൂടി ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 70,63,000 ആണ്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ, അതായത് ഈ റവന്യൂ അക്കൗണ്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 70,63,000 ആണ്. 70,63,000 ആണ്. ഇനി നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കിടക്കുകയാണ്. ആദ്യം കമ്മീഷൻ്റെ ഷെഡ്യൂൾ നമ്പർ 2 ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഷെഡ്യൂൾ മാത്രമാണ് പ്രീമിയം എന്നും നമുക്ക് പറയുന്നുള്ളൂ. ബാക്കി രണ്ടാമത്തെ ഷെഡ്യൂൾ വരുന്ന കമ്മീഷനിലാണ്. അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഷെഡ്യൂൾ പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഷെഡ്യൂൾ നമ്പർ 2 പറയാം. ഷെഡ്യൂൾ നമ്പർ 2 നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. 4,26,000 ആണ്, അത് എഴുതുക. ഷെഡ്യൂൾ നമ്പർ 2 എഴുതുക. അടുത്ത ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ദാറ്റ് ഈസ് ഷെഡ്യൂൾ നമ്പർ 3. അതും നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത് 2,46,000 ആണ്, അത് എഴുതുക. പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, അത് ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പ്രൊവിഷൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല. ഇത് ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ചെറിയ ക്വസ്റ്റൻ ആണ്. പ്രൊവിഷൻസ് തന്നിട്ടില്ല, അപ്പോൾ അവിടെ ബ്ലാങ്ക് ഇടുക. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇൻകം ടാക്സ് പെയ്ഡ് എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് 16,000, 16,000 ആണ് ഇൻകം ടാക്സ് പെയ്ഡ്. 16,000 എടുത്ത് എഴുതുക. ദെൻ അണ്ടർലൈൻ ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ബി, ദാറ്റ് ഈസ് 6,88,000, 6,88,000 ആണ് നമ്മുടെ ടോട്ടൽ ബി എന്ന് പറയുന്നത്. അടുത്തത് ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ബെനിഫിറ്റ്സ് പെയ്ഡിൽ എന്തെങ്കിലും ബെനിഫിറ്റ് പേ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇവിടെ ഒരു ബെനിഫിറ്റ് പേ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇൻ്ററിം ബോണസ് പെയ്ഡ് അല്ലേ. ഇൻ്ററിം ബോണസ് പെയ്ഡ് എന്ന് പറയുന്ന ബെനിഫിറ്റാണ്, ബോണസ് ബെനിഫിറ്റാണ്, അത് പേ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അതെടുത്ത് എഴുതുക. ഇൻ്ററിം ബോണസ് പെയ്ഡ് 76,000. ഇത്രയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസിൻ്റെ കണക്ക് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 49,16,000. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, വരവെന്ന് പറയുന്നത് 70,63,000 ആണ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് 49,16,000 ആണ്. ഇനി സർപ്ലസ് കാണാം. സർപ്ലസിൽ എ ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ബിയും സിയും കുറയ്ക്കുക. എയിൽ നിന്ന് ബിയും അത് കഴിഞ്ഞ് സിയും കുറച്ച് കഴിഞ്ഞാൽ
നമുക്ക് സർപ്ലസ് കിട്ടും. സർപ്ലസ് ഡി ആണ്. സർപ്ലസ് ഈസ് ഈക്വൽ ടു 14,59,000. 14,59,000 നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി സർപ്ലസിനെ എങ്ങനെ അപ്രോപ്രിയേഷൻ നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ, സർപ്ലസിൽ നിന്ന് നീക്കി വയ്ക്കാനുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. പെട്ടെന്ന് ചെക്ക് ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ല, ഫണ്ടായിട്ട് ബന്ധപ്പെട്ട ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസ്ഫറും നമുക്ക് പറയാത്ത സ്ഥിതിക്ക് നമ്മുടെ സർപ്ലസ് ഫുള്ളായിട്ട് എവിടേക്ക് മാറ്റുക, ട്രാൻസ്ഫർ ടു ഫണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ അപ്രോപ്രിയേഷനിൽ നമ്മൾ എഴുതേണ്ടത് ട്രാൻസ്ഫർ ടു ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഈ ഫുൾ എമൗണ്ട് അതിലേക്ക് മാറ്റുക. താഴേക്ക് ടോട്ടൽ ഡി എന്ന് പറയുന്ന സെയിം എമൗണ്ട് തന്നെ എടുത്ത് എഴുതുക. ഇത്രയാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിലെ ഷെഡ്യൂൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷെഡ്യൂളുകൾ 1, 2, 3, 4 എന്ന് പറയുന്ന ചെറിയ ഷെഡ്യൂൾസാണ് പഠിക്കാനുള്ളൂ. അതേസമയം അതിൻ്റെ ഉള്ളിൽ വരുന്ന ടേംസ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് സാധാരണ തെറ്റിക്കുന്ന ടേംസാണ് റീഇൻഷുറൻസ് സീഡഡ് എക്സ്പെൻസ് ആണെന്ന്, അല്ലെങ്കിൽ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ക്ലെയിമിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. റീഇൻഷുറൻസ് ആക്സെപ്റ്റൻ്റെ ക്ലെയിമും കമ്മീഷനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു 2-3 ഐറ്റംസ് വരികയും അതിനിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോലെ കൃത്യമായിട്ട് എന്താണ് കമ്മീഷൻ പെയ്ഡ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, അതുപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യനിലും പറയണമെന്നില്ല, അല്ലെങ്കിൽ പറയില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, നമുക്ക് നോക്കാനും പഠിക്കാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് നോക്കി പഠിക്കുക കുട്ടികൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ഈ ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പേജ് നമ്പർ 186 ഇല്ലസ്ട്രേഷൻ 2 ആണ്. ദാറ്റ് ഈസ് രാജ്കോട്ട് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് ആസ് ഓൺ 31/3/2019. ദാറ്റ് ഈസ് ആസ് ഓൺ 31/3/2019. ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് എമൗണ്ട് ഇൻ തൗസൻഡ്സ് ആണ്, അതായത് 3 0 കുറച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ വായിക്കാം. ക്ലെയിംസ് ബൈ ഡെത്ത് ദാറ്റ് ഈസ് 18,000. 18,000 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 1,80,000 ആണത്. 18,000 18 lakhs 1,80,000 അല്ല 18 lakhs ആണ്. 18 lakhs 18,000 എന്ന് വായിച്ചാൽ മതി. ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി 22,000. സാലറീസ് ആൻഡ് അലവൻസ് 1,600. ഡയറക്ടേഴ്സ് ഫീസ് 300. അതർ എക്സ്പെൻസ് 180. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് 32,600. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഉണ്ടോ, ഇവിടെ ഇൻകം ആണെന്നോ എക്സ്പെൻസ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്, അവിടെയും പറഞ്ഞിട്ടില്ല. ഇത് എന്താണ് സീഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് റീഇൻഷുറൻസിൻ്റെ പ്രീമിയം നമ്മൾ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ എന്താണ് നമുക്ക് റിസീവ്ഡ് ആണ്, ആക്സെപ്റ്റഡ് അവിടെ റിസീവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡ്, അല്ലെങ്കിൽ അത് പഠിക്കണം. അപ്പോൾ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അത് 680 ആണ്. ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ ഈ ടേംസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പഠിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റവന്യൂ അക്കൗണ്ട് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടല്ല. അത്രേ വേണ്ടൂ, ബാക്കിയൊക്കെ നമുക്ക് ഓർഡിനറി ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ്, ആനുറ്റി 1,600, സറണ്ടേഴ്സ് 720, കൺസിഡറേഷൻ ഫോർ ആനുറ്റി ദാറ്റ് ഈസ് 18,000, രജിസ്ട്രേഷൻ ഫീസ് 80, ദെൻ ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് റെൻറ്റ് 2,600 ലെസ് ഇൻകം ടാക്സ് 200. അപ്പോൾ ഗ്രോസ് എമൗണ്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോസ് എമൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2,600 എടുക്കണം കേട്ടോ. ഇൻകം ടാക്സ് കുറച്ച് എമൗണ്ട് അല്ല എടുക്കേണ്ടത്, ഗ്രോസ് എമൗണ്ട് ആണ് എടുക്കേണ്ടത്. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് 1,200. ദെൻ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് 320, ഇൻ്ററിം ബോണസ് 320. Then premium outstanding on 31st March 2019 amounted to rupees 3 lakh and claims outstanding rupees 2,20,000. Transfer rupees 18 lakh to contingency reserve. Prepare revenue account. അപ്പം കണ്ടിൻജൻസി റിസർവിലേക്ക് 18 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പറയുന്നത്
3 ലക്ഷം രൂപയാണ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പറയുന്നത്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പറയുന്നത് 2,20,000 ആണ്. 18 ലക്ഷം രൂപ കണ്ടിൻജൻസി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി എന്ന രണ്ടും ഒരു സെക്ഷനിൽ വരുന്നതാണ്, ക്ലെയിംസിൻ്റെ ഭാഗത്ത് വരുന്നതാണ്, ശ്രദ്ധിക്കുക. അടുത്ത സാലറീസ് ആൻഡ് അലവൻസ്, ഡയറക്ടേഴ്സ് ഫീസ്, അതർ എക്സ്പെൻസ് ഒക്കെ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്, ശ്രദ്ധിക്കുക. പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ് നമ്മുടെ ഇങ്കാണ്. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് നമ്മുടെ ഇങ്കാണ്. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് അത് അവിടെ തന്നെ മൈനസ് ഫിഗറിൽ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിട്ടാണ്. ദെൻ ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ ക്ലെയിം നമുക്ക് എക്സ്പെൻസ് ആണ്. ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് നമ്മുടെ ഇങ്കാണ്. അതുപോലെ തന്നെ ആനുറ്റി നമ്മുടെ ഇൻകമാണ്. സറണ്ടേഴ്സ് 720,000 എന്ന് പറഞ്ഞാൽ മതി, 720 എന്ന് പറഞ്ഞാൽ മതി. സറണ്ടേഴ്സ് 720 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഇൻകം, സറണ്ടേഴ്സ്. ദെൻ എന്താണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റി, ദാറ്റ് ഈസ് 18 lakh. അതാണ് നമ്മുടെ ഇൻകം. കൺസിഡറേഷൻ ഫോർ ആനുറ്റി എന്ന് പറയുന്നത് 18 lakhs ആണ്. രജിസ്ട്രേഷൻ ഫീസ് 80, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ഗ്രോസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് നമ്മുടെ കമ്മീഷൻ നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നതാണ്. ആക്സെപ്റ്ററിൻ്റെ കമ്മീഷൻ എന്താണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളതും നമ്മുടെ കമ്മീഷൻ എന്താണ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അടുത്തത് റീഇൻഷുറൻസ് സീഡഡിൻ്റെ കമ്മീഷൻ നമുക്ക് എക്സ്പെൻസ് അല്ല, അത് ശ്രദ്ധിക്കുക. ഇൻ്ററിം ബോണസ് 320 ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ വരച്ച് വയ്ക്കുക. റവന്യൂ അക്കൗണ്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2019 എന്നുള്ള ഹെഡിങ് കൊടുക്കുക. പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് ടെക്നിക്കൽ എന്നുള്ള പേരിലൊക്കെ ഹെഡിങ് കൊടുക്കുക. വലതുവശത്ത് 2 കോളം വരച്ചാലും മതി. ഒരു ഷെഡ്യൂൾ നമ്പറും ഒരു എമൗണ്ട് കോളം അടക്കം 2 കോളം വരയ്ക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വലിയ പർട്ടിക്കുലേഴ്സ് കോളം ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഫോമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. റവന്യൂ അക്കൗണ്ട് വരച്ചതിൽ എന്താണ് പ്രീമിയം ഏൺഡ്, ബ്രാക്കറ്റിൽ നെറ്റ്, അതിന് താഴെ എ പോയിൻറ്റിൽ പ്രീമിയം, ബി പോയിൻറ്റിൽ റീഇൻഷുറൻസ് സീഡഡ്, സി പോയിൻറ്റിൽ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് പോലെയുള്ള കാര്യങ്ങൾ എഴുതുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ താഴെ ഹെഡ് എഴുതുക. അതിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ് നമുക്കില്ലാത്ത പോയിൻ്റ് എഴുതി വയ്ക്കണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചില കേസുകളിൽ അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വേറെ ഐറ്റംസ് വരാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും ഇല്ലാത്ത കാരണം അത് എഴുതണ്ട, എന്തുമാത്രം എഴുതിയാലും മതി. ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് ഗ്രോസ് എഴുതിയാലും മതി. ഇനി അതർ ഇൻകം എന്ന് പറയുന്നത് ആനുറ്റീസ് ഗ്രാൻഡഡ്, രജിസ്ട്രേഷൻ പോലെയുള്ള രജിസ്ട്രേഷൻ ഫീസ് പോലെയുള്ള അതർ ഇൻകം എഴുതുക. രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് ഇൻകമാണ്, അതർ ഇൻകം എഴുതുക. ദെൻ എന്താണ് കമ്മീഷനിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, കമ്മീഷൻ എത്രയാണ് കമ്മീഷൻ എഴുതി വയ്ക്കുക. അതിനുശേഷം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻകം ടാക്സ് പെയ്ഡ് അത് കഴിയുക. അത് കഴിഞ്ഞതിന് ശേഷം ബെനിഫിറ്റ്സ് പെയ്ഡ് 4ാമത്തെ ഷെഡ്യൂളാണ്. അതിൽ ഇൻ്ററിം ബോണസ്, അപ്രോപ്രിയേഷൻസ് വരെ എഴുതി വയ്ക്കുക. അതിനുശേഷം 1ാമത്തെ ഷെഡ്യൂൾ എടുക്കുക. അപ്പോൾ ഞാനത് തിരക്കിട്ട് പറഞ്ഞു പോയത് വെറുതെ എഴുതി വയ്ക്കുക വേണ്ടു, അതിലെ എമൗണ്ടുകളൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയാണ് നമുക്ക് എമൗണ്ട് ഫില്ല് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇനി ആദ്യം എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ട് പോലെ കൊടുക്കുക. അതിൽ ഷെഡ്യൂൾ നമ്പർ 1 ദാറ്റ് ഈസ് പ്രീമിയം എന്നുള്ള ഹെഡ് കൊടുക്കുക. അതിൽ പ്രീമിയം റിസീവ്ഡ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ തന്നെ എന്താണ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് 31st March 2019 എന്ന് പറയുന്നത് ഈ വർഷം അവസാനത്തിലാണ് ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുള്ളത്. 3 lakh ആണ്. അപ്പോൾ റുപ്പീസ് ഇൻ തൗസൻഡ്സ് എന്ന് പറയുമ്പോൾ 300 ആണ് നമുക്ക് പ്രീമിയം എന്തായിട്ട് വരുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രീമിയം റിസീവ്ഡ് എന്ന് പറയുന്നത് 32,600 ഇന്നർ കോളത്തിൽ എഴുതുക. ഏഡ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം കിട്ടാനുള്ളതാണ്, ഈ വർഷത്തെ ഇൻകത്തിൻ്റെ ഒപ്പം ചേർക്കാനുള്ളതാണ്. അതുകൂടി ആഡ് ചെയ്യുക, 300 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് 32,900 ആണ് ടോട്ടൽ പ്രീമിയം. അതടുത്ത് എഴുതുക, താഴേക്ക് ഇറക്കി എഴുതുക, ഡബിൾ ലൈൻ ചെയ്യുക. അടുത്ത ഷെഡ്യൂൾ നമ്പർ 2 ദാറ്റ് ഈസ് കമ്മീഷൻ എക്സ്പെൻസസ്. ഷെഡ്യൂൾ നമ്പർ 2 കമ്മീഷൻ എക്സ്പെൻസ് ആണ്. കമ്മീഷൻ എക്സ്പെൻസ് അവിടെ ഷെഡ്യൂൾ എഴുതി വെച്ച് പ്രോബ്ലത്തിലേക്ക് വരിക. ഇവിടെ കമ്മീഷൻ 3 കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ വായിക്കുക. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്,
അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇൻകം എക്സ്പെൻസാണ്. 2 കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, അതും നമ്മൾ എക്സ്പെൻസാണ്. 3 കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് ആണ്. അപ്പോൾ അത് എഴുതുക. എന്താണ് കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്? ആദ്യം എഴുതുക 1200. കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് രണ്ടാമതായിട്ട് എഴുതുക, അത് ആഡ് ചെയ്യേണ്ടതായിട്ടാണ്. അപ്പോൾ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് 1200, ആഡ് 100 എന്ന് പറയുന്നത് എന്താണ്? ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1300 കിട്ടും അല്ലേ? അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ 320 ആണ് വരിക. അപ്പോൾ 980 ആണ്, 980 ആണ് നെറ്റ് വരുന്നത്. അതായത് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മുടെ എക്സ്പെൻസ് അല്ല, അത് ഇൻകായിട്ട് വരുന്നതാണ്, അത് കുറയ്ക്കണം. മനസ്സിലായോ? അത് എഴുതുക. അത് കുറച്ച് 980 ആണ് വരിക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കുക, സംശയമുള്ളവർ മനസ്സിലാകാത്തവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അടുത്തത് കമ്മീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വായിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലേ? സാലറീസ് ആൻഡ് അലവൻസ്, ഡയറക്ടേഴ്സ് ഫീസ്, അതുപോലെ തന്നെ അതർ എക്സ്പെൻസ്, അത് 3 എടുത്ത് എഴുതുക. സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, അതുപോലെ തന്നെ അതർ എക്സ്പെൻസ് എടുത്ത് എഴുതുക. അത് സാലറീസ് ആൻഡ് അലവൻസ് 1600, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ഫീസ് 300, അതുപോലെ തന്നെ അതർ എക്സ്പെൻസ് 180 ആണ് വരുന്നത്. 3 കൂടി കൂട്ടുമ്പോൾ 2080 ആണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് എടുത്ത് എഴുതുക. ദെൻ അടുത്ത ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡ്. ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ബെനിഫിറ്റ്സ് പെയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബെനിഫിറ്റ്സ് പെയ്ഡ് ഒന്ന് എന്താണ്? ഇൻഷുറൻസ് ക്ലെയിംസ് ആണ്, അത് എഴുതുക. ഇൻഷുറൻസ് ക്ലെയിംസ് ഇവിടെ 2 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ക്ലെയിംസ് ബൈ ഡെത്ത് ഉണ്ട്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൂടി കുട്ടികൾ ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് 2,20,000 എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഴുതുക, ആദ്യം തന്നെ എഴുതുക. ബെനിഫിറ്റ്സ് പെയ്ഡിലെ ക്ലെയിംസ് ബൈ ഡെത്ത് ഇന്നർ കോളത്തിൽ എഴുതുക. എത്രയാണ്? 18,000. ദെൻ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 220, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 220. അങ്ങനെ ടോട്ടല് എന്താണ്? 18,220, 18,220 ടോട്ടൽ വരുന്നത്. ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി 22,000. ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി സെപ്പറേറ്റ് വന്നിട്ടുണ്ട് 22,000. ആനുറ്റീസ് 1,600. ദെൻ അപ്പോൾ ഇവിടെ ആനുറ്റീസും കൺസിഡറേഷൻ ഫോർ ആനുറ്റീസും ഉണ്ട്. അപ്പോൾ കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക കുട്ടികൾ. അത് 18,000 ആണ് നമ്മുടെ ഇൻകമാണ്. അതേസമയം ആനുറ്റീസ് എന്ന് പറയുന്നത് 1,600 എന്താണ്? നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. സറണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസി ഹോൾഡേഴ്സ് സറണ്ടർ ചെയ്തിട്ടുള്ള പോളിസിയാണ്. അതിന് കൊടുത്തിട്ടുള്ള 720, 720 സറണ്ടേഴ്സ്. ദെൻ അത് എഴുതുക. എമൗണ്ട് സീഡഡ് ഇൻ റീഇൻഷുറൻസ്. എമൗണ്ട് സീഡഡ് ഇൻ റീഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എമൗണ്ട് സീഡ് ചെയ്തിട്ടുണ്ടോ? എമൗണ്ട് സീഡ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് കൂടാതെ ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് അതാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് 120 ആണ്. അത് നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലെയിംസ് അല്ല, നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. സീഡഡിൻ്റെ എന്താണ്? റീഇൻഷുറൻസ് ആണ്. അതായത് ക്ലെയിം വരുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്ത് നമുക്ക് മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എമൗണ്ട് സീഡഡ് ഇൻ റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ബ്രാക്കറ്റിൽ 120 എഴുതുക. ദെൻ എമൗണ്ട് ആക്സെപ്റ്റഡ് ഇൻ റീഇൻഷുറൻസ്. എമൗണ്ട് ആക്സെപ്റ്റഡ് ഇൻ റീഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് എമൗണ്ട് ആക്സെപ്റ്റഡ് ഇൻ റീഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്തതെന്നല്ല, റീഇൻഷുറൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്ലെയിമാണ് നമ്മുടെ ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരുന്നതാണ്, എക്സ്പെൻസ് വരുന്നതാണ്. ഇത്രയായിട്ടാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ പുതിയതായിട്ട്, 1 അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ക്ലെയിംസ് ബൈ ഡെത്ത് തന്നിട്ടുണ്ട്, അതിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ സാലറിയൊക്കെ പോലെ തന്നെ ക്ലെയിംസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ അത് ആഡ് ചെയ്യണം. ക്ലെയിംസ് ആഡ് ചെയ്ത് 220 ആഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഇതിൻ്റെ ഷെഡ്യൂൾ നമ്പർ 4ൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 43,100 ആണ്. 43,100 ടോട്ടൽ എന്ന് പറയുന്നത്. അതവിടെ എഴുതി വയ്ക്കുക.
ദെൻ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള റവന്യൂ അക്കൗണ്ടിലേക്ക് വരിക. റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം ഏൺഡിൽ പ്രീമിയത്തിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ നമ്പറാണ്. അതിൽ നമുക്ക് എഴുതാം എത്രയാണ് പ്രീമിയം 1, ദാറ്റ് ഈസ് 32,900 ആണ് എമൗണ്ട്, അത് എഴുതുക. 2 അതിൽ തന്നെ ബി പോയിൻ്റ് റീഇൻഷുറൻസ് സീഡറിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 2,500 ബ്രാക്കറ്റിലിടുക. 2,500 ആണ് പ്രീമിയം സീഡറിൻ്റെ റീഇൻഷുറൻസ് സീഡറിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്, അത് 2,500 ബ്രാക്കറ്റിലിടുക. പിന്നെ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡിൻ്റെ പ്രീമിയമാണ്, ദാറ്റ് ഈസ് 6,800. ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 37,200, 37,200 നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ തന്നിട്ടുള്ള എമൗണ്ട് നെറ്റ് എമൗണ്ട് അല്ല എഴുതുന്നുണ്ട്, ഗ്രോസ് എമൗണ്ട് എഴുതണം. 2,600 അത് എഴുതുക. അതർ ഇൻകത്തിൽ വരുന്നത് ആനുറ്റീസ് ഗ്രാൻഡഡ് ഒരു 18,000 ഉണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ഇവിടെ. രജിസ്ട്രേഷൻ ഫീസ് 80 രൂപയാണ്, അത് രണ്ടും എഴുതുക. അപ്പോൾ 57,880 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ആ ബിസിനസ്സിൻ്റെ, ഈ കമ്പനിയുടെ, അതായത് രാജ്കോട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ടോട്ടൽ ഇൻകം ഏരിയയിൽ ഇത്രയാണ് വരുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ സൈഡാണ്. എക്സ്പെൻഡിച്ചർ സൈഡ് എന്ന് പറയുന്നത് കമ്മീഷൻ ആണ് രണ്ടാമത്തെ ഒരു ഹെഡ്. ആ കമ്മീഷനിൽ വരുന്നത്, കമ്മീഷൻ എക്സ്പെൻഡിച്ചറിൽ 980 ആണ് വരുന്നത്, 980. നമ്മൾ എടുത്ത് എഴുതേ വേണ്ടു. ദാറ്റ് ഈസ് ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 2,080 ആണ്, അതെടുത്ത് എഴുതുക. ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു ഹെഡ് വരുന്നുണ്ട്. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ്, റെൻറ്റ് എന്നുള്ളതിൻ്റെ അവിടെ അതിൻ്റെ താഴെയായിട്ട് ലെസ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോസ് എമൗണ്ട് ഇവിടെ ഇൻകമായിട്ട് കാണിക്കുകയും അതിൻ്റെ ടാക്സ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ലെസ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, 200 എഴുതുക. അതിൻ്റെ ടോട്ടൽ 3,260 ആണ്. ദെൻ ബെനിഫിറ്റ്സ് പെയ്ഡിൽ നെറ്റ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുള്ള എമൗണ്ട് എടുത്ത് എഴുതുക, 43,100 എഴുതുക. ഇൻ്ററിം ബോണസ് 320 എഴുതുക. അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 43,420, 43,420. ഇനി സർപ്ലസ് കാണാം. സർപ്ലസ് കാണുമ്പോൾ ഡി ആണ് സർപ്ലസ്. ഡി എന്ന് പറയുന്നത് A-B-C ആണ്. അതുപ്രകാരം സർപ്ലസ് 11,200 ആണ്, 11,200 ആണ് സർപ്ലസ് ഉള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും അതിൽ ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇവിടെ ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 18 lakhs ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 18 lakhs എന്ന് പറയുമ്പോൾ 1,800 അല്ലേ, അത് എഴുതുക. ട്രാൻസ്ഫർ ടു കണ്ടിൻജൻസി റിസർവ് 1,800. എന്നിട്ട് ഒരു ലൈൻ വിട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ വിട്ടിട്ട് താഴേക്ക് വരച്ച് ഈ എമൗണ്ട് ടോട്ടൽ ചെയ്യുക. എമൗണ്ട് ടോട്ടൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ സർപ്ലസ് ഡി ഉണ്ടല്ലോ, ആ ടോട്ടൽ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് 11,200. ബാലൻസിങ് ഫിഗർ എവിടേക്ക് മാറ്റുക, നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ടു ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫണ്ട് എന്നുള്ള ഹെഡിലേക്ക് മാറ്റുക. അപ്പോൾ കുട്ടികൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. പെട്ടെന്ന് പറയുമ്പോൾ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ റീഇൻഷുറൻസ് സീഡഡ്, അതുപോലെ തന്നെ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രീമിയം റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കമ്മീഷൻ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഇത് നന്നായിട്ട് നോക്കുക, പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾ വിളിക്കുക അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഇടുക. അതിനെ ആ ടോപ്പിക്ക് നോക്കി നമുക്ക് സംശയം മാറ്റാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു വെരി മച്ച്.